കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BBAയുടെ 5th സെമ്മായ ബിസിനസ് റിസർച്ച് മെത്തേഡിലെ ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ആൻസേഴ്സാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരും. എന്താണ് റിസർച്ച് പ്രോബ്ലം? റിസർച്ച് ചെയ്യുന്ന ആളെയാണ് റിസർച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു റിസർച്ചറിന് അദ്ദേഹം അന്വേഷിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക വിഷയം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, പ്രശ്നം അല്ലെങ്കിൽ ഒരു ചോദ്യം, അതിനെയാണ് റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ നടത്തുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവുന്ന മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇഷ്യൂസ്, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിനാണ് റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. So, a research problem is a specific issue, difficulty or gap in a knowledge that a researcher intends to investigate. It's the central question that research aims to answer. ഈ ക്വസ്റ്റ്യൻ റിസർച്ച് പ്രോബ്ലം എന്നുള്ളത് 2023, 2022, 2024 2 മാർക്കിനായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഡിപെൻഡൻറ്റ് വേരിയബിൾസ്? ഒരു പഠനത്തിൽ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റിൽ ഒരു കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ അതിനൊന്ന് അളക്കുക, അങ്ങനെ ചെയ്യുന്നതിനാണ് പറയുക ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ മറ്റേതിന് എന്ത് ചെയ്യും, ആശ്രയിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ പഠന സമയം അവരുടെ പരീക്ഷാ മാർക്കിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതിൽ പരീക്ഷാ മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. ഇതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഉത്തരം കിട്ടുക. ഈ പരീക്ഷയുടെ നമ്മൾ പഠിക്കുന്ന സമയം മാർക്ക് അത് എന്തിനെ ആശ്രയിക്കുന്നു? വിദ്യാർത്ഥിയുടെ പഠന സമയത്തെ ആശ്രയിക്കുന്നു. അപ്പോൾ ഇതിനെയാണ് ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. സോ എ ഡിപെൻഡൻറ്റ് വേരിയബിൾ ഇസ് ദ വേരിയബിൾ ബീയിങ് മെഷേർഡ് ഓർ ടെസ്റ്റഡ് ഇൻ ആൻ എക്സ്പെരിമെൻറ്റ്. ഇറ്റ്സ് വാല്യൂ ഡിപെൻഡ്സ് ഓൺ ദി വാല്യൂ ഓഫ് അനദർ വേരിയബിൾ, that is the independent variable. We can say, for example, studying how fertilizer affects plant growth. Plant growth is the dependent variable. അടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളത്തിൻ്റെ കുറിച്ചിട്ട് ഉള്ള പഠനം, അതായത് ഫെർട്ടിലൈസർ, അത് ചെടിയുടെ വളർച്ചയെ, പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ എങ്ങനെ ബാധിക്കുന്നുള്ള ഒരു പഠനം. അതിൽ പ്ലാന്റ് ഗ്രോത്ത്, ചെടിയുടെ വളർച്ചയാണ് അതിലെന്ത് ഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് സെക്കൻഡറി ഡാറ്റ? സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാവശ്യത്തിനായിട്ട് മറ്റാരോ ശേഖരിച്ചിട്ട് അവർ പ്രസിദ്ധീകരിച്ച വിവരങ്ങളെക്കുറിച്ചാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ നേരിട്ട് ശേഖരിക്കാത്ത വിവരങ്ങളെക്കുറിച്ചിട്ട്, അതായത് സർക്കാർ പ്രസിദ്ധീകരണങ്ങൾ, അക്കാഡമിക് ജേണൽ, കമ്പനി റിപ്പോർട്ട്, ഇതൊക്കെ എന്താണ് സത്യത്തിൽ സെക്കൻഡറി ഡാറ്റകളാണ്. So secondary data is the data that has already been collected by someone else for different purpose. Example, data from government census, company records, academic journals. It is very cheaper and faster to obtain than primary data. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് കോഡിംഗ്? കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൊരു എക്സ്പെരിമെൻറ്റിൽ ഒരു പ്രത്യേക വിവരത്തിന്, പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ഡാറ്റയ്ക്ക് വേണ്ടി, ഗുണപരമായിട്ടുള്ളൊരു ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു ചിഹ്നം എന്തെങ്കിലും അതൊക്കെ കൊടുക്കുന്ന ഒരു പ്രൊസീജിയറിനെയാണ് കോഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഡാറ്റനെ എളുപ്പമാക്കി മാറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവേയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രതികരിക്കുകയാണ്, നമ്മൾ റെസ്പോൺസ് കൊടുക്കുകയാണ്. പൂർണ്ണമായി യോജിക്കുന്നു എന്നതിന് നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഈ പൂർണ്ണമായി വിയോജിക്കുന്നു എന്നതിന് നമ്പർ 5 എന്ന് നൽകുന്നു. ഇങ്ങനെ പറയുന്നതിനാണ് കോഡിംഗ് എന്ന് പറയുന്നത്. സോ കോഡിംഗ് ഇൻ റിസർച്ച് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഇൻ ടു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. അതായത് നമ്പേഴ്സ് ആക്കി മാറ്റും. ടു മേക്ക് ഇറ്റ് ഈസിയർ ടു അനലൈസ്, ഇറ്റ് ഇൻവോൾവ്സ് അസൈനിങ് എ നമ്പർ ഓർ സിമ്പിൾ ടു എ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക് ഓർ തീം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ റിസർച്ച്. എന്താണ് റിസർച്ച്? റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനെ കുറിച്ചിട്ടോ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കും, അല്ലേ? അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്യും, ഒന്ന് കണ്ടുപിടിക്കും, എന്നിട്ട് അത് ചിട്ടയായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. അതായത് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ഒരു മാർഗം, ഒരു വഴിയാണ് റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ച് ഇസ് ദ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് കളക്ടിങ്, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ഇൻഫർമേഷൻ ടു ഇൻക്രീസ് അവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എ ഫിനോമിനൻ അല്ലെങ്കിൽ ഒരു ടോപ്പിക്. ഇറ്റ്സ് എ സ്ട്രക്ചേർഡ് ഇൻക്വയറി ദാറ്റ് എയിംസ് ടു ഡിസ്കവർ ഫാക്ട്സ് ഓർ റിവൈസ് എക്സിസ്റ്റിംഗ് തിയറീസ്. ഇനി അടുത്തതാണ്, വാട്ട് ഈസ് ലിറ്ററേച്ചർ റിവ്യൂ? ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിഷയത്തിനെ കുറിച്ചിട്ടുള്ള ആദ്യ കാലഘട്ടത്തിലുള്ള റിസർച്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, അവരുടെ പ്രസിദ്ധീകരണങ്ങളുടെ ഒരു സമ്മറി ആണ് ലിറ്ററേച്ചർ റിവ്യൂ. അതായത് ഇനി നിങ്ങൾ റിസർച്ച് ചെയ്യാൻ പോകുന്ന ആ ഒരു റിസർച്ചിനെ കുറിച്ചിട്ട് ഇതുവരെ എന്തറിയാം, എന്ത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നമ്മൾ അക്കാദമിക് ലേഖനങ്ങളിൽ കൂടെ, പുസ്തകങ്ങളിൽ കൂടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അത് വായിക്കുകയും സമ്മറൈസ് ചെയ്യൂലേ, അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിനെയാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. So a literature review is a comprehensive summary of previous research on a particular topic. It helps a researcher to understand what's already known, identify gaps in existing knowledge and position their own research. ഇനി അടുത്തതാണ്, വാട്ട് ഈസ് റിസർച്ച് റിപ്പോർട്ട്? റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫോർമൽ ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആണ്. അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? അതിൽ ആ റിസർച്ചറിൻ്റെ കണ്ടെത്തലുകൾ, അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് ഉണ്ടാകും, വിശകലനങ്ങൾ ഉണ്ടാകും, സമ്മറീസ് ഉണ്ടാവും, മെത്തഡോളജീസ് ഉണ്ടാവും, കൺക്ലൂഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ ഫലങ്ങൾ, റിസൾട്ട് ഉണ്ടാവും, ചർച്ച ഉണ്ടാവും, ഡിസ്കഷൻ ഉണ്ടാവും. ഇതെല്ലാം കൂടിയിട്ട് ചെയ്തിട്ട് കൊടുക്കുന്ന ആ ഡോക്യുമെൻറ്റിനെയാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്.
A research report is a formal document that presents the findings and analysis of a study. It details the research problem, methodology, results and conclusions in a structured way. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് കോട്ട സാമ്പിളിംഗ്? കോട്ട സാമ്പിളിംഗ് എന്ന് പറഞ്ഞൊരു സാമ്പിളിംഗ് മെത്തേഡാണ്. അതിനെന്താ ചെയ്യുക, റിസർച്ചേഴ്സ് പാർട്ടിസിപ്പൻസിന് എന്ത് ചെയ്യും, സെലക്ട് ചെയ്യണത് എന്തിൻ്റെ ബേസിലായിരിക്കും, ചില പ്രത്യേക സ്വഭാവതരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരെ ആയിരിക്കും സെലക്ട് ചെയ്യുക. എന്തിനാണ് അത്? സാമ്പിൾ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരേണ്ടത് ആ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ പോപ്പുലേഷനായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർച്ചർ അദ്ദേഹത്തിന് ഒരു സർവേ നടത്തണം. 500 കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരെ യൂസേജ്, സോഷ്യൽ മീഡിയ എങ്ങനെ, ആ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള യൂസേജ് കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിൻ്റെ സർവേ. അപ്പോൾ ഈ റിസർച്ചർ എന്താ ചെയ്യാം, അദ്ദേഹത്തിന് ആ പോപ്പുലേഷൻ അറിയാം. കോളേജിൽ എത്ര കുട്ടികളുണ്ട്, 60% പെൺകുട്ടികളും 40% മെയിലുമാണ്. അതിൽ 30% തന്നെ ഫസ്റ്റ് ഇയറാരാണ്, 40% സെക്കൻഡ് ഇയറാരാണ്. അങ്ങനെ ശതമാനക്കണക്കൊക്കെ ഇങ്ങനെ പോകും. അപ്പോൾ ഇതിൽ അദ്ദേഹം എന്താ ചെയ്യാം, ഫീമെയിൽസിന് 300 പേരെ എടുക്കും. അതായത് 60% പേരെ ഫീമെയിൽസിന് എടുക്കും, 40% ആൺകുട്ടികളെടുക്കും. അങ്ങനെ എടുത്തിട്ടാണ് ആ സർവേക്ക് പോവുക. എന്നിട്ട് അവസാനം അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹത്തിന് ആവശ്യമായ കുട്ടികളെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം അത് സ്റ്റോപ്പ് ചെയ്യും. ആ കാറ്റഗറി റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു തരത്തിലുള്ള പ്രൊസീജിയറിനെ ആണ് കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. Quota sampling is a non-probability sampling method where the researcher selects a sample that reflects the characteristics of the population. If 50% of the population is male, the researcher will ensure their sample also has 50% males. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് എ പോപ്പുലർ റിപ്പോർട്ട്? അപ്പോൾ പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതി ഗവേഷണം ചെയ്ത ഒരു റിപ്പോർട്ടാണ് പോപ്പുലർ റിപ്പോർട്ട്. ഇത് അക്കാഡമിക്കോ അല്ലെങ്കിൽ ഭയങ്കര വിദഗ്ധരായ പ്രേക്ഷകർക്കോ അവർക്കുള്ളതൊന്നുമല്ല, സാധാരണ ആളുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ചിലപ്പോൾ നല്ല പിക്ചർ ഉപയോഗിച്ചിട്ടോ കഥ പറഞ്ഞിട്ടോ സ്റ്റോറി ടെല്ലിങ്ങിൽ കൂടിയോ ഒക്കെ ആയിരിക്കാം ഈ ദൃശ്യസഹായങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അതായത് പിക്ചർ റെപ്രസെൻറ്റേഷനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും. അപ്പോൾ എ പോപ്പുലർ report is a non-technical summary of a research study written for a general audience. സാധാരണക്കാർക്ക്. It simplifies complex findings using clear language, visuals and sometimes storytelling to make it accessible to everyone or easy for everyone. ഇനി അടുത്തതാണ്, വാട്ട് ഈസ് എ ലൈൻ ഗ്രാഫ്? എന്താണ് ലൈൻ ഗ്രാഫ്? ലൈൻ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങളായിട്ടൊരു കാര്യത്തിൽ എന്ത് മാറ്റം വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ലൈൻ ഗ്രാഫ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യണത്? എങ്ങനെയാണ്? പോയിൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അതിനെ ബന്ധിപ്പിച്ചിട്ട് ലൈനാക്കി മാറ്റിയിട്ടാണ് ഇത് പ്രസൻറ്റ് ചെയ്യണത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കമ്പനിയുടെ ഓരോ മാസത്തെ വിൽപ്പന അതൊന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, എത്ര സാധനങ്ങൾ വിൽക്കുന്നു എന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ ഗ്രാഫ് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ മേലോട്ടാണോ താഴ്ത്തിക്കാട്ടാണോ ഒക്കെ അതൊക്കെ ഒന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതാണ് ലൈൻ ഗ്രാഫ്. A line graph is a type of a chart used to display information that changes over time. It uses points connected by a line to show trends or relationship between two variables. ഇനി അടുത്തതാണ്, വാട്ട് യു മീൻ ബൈ ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ? ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂവിൽ ഫോക്കസ് എന്നുള്ള വേർഡ് തന്നെയാണ് മെയിൻ ഹൈലൈറ്റ്. ഫോക്കസ് ചെയ്യുക, ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ക്രിയേറ്റ് ചെയ്യും. അവരൊരുമിച്ച് കൊണ്ടുവന്നിട്ട് ആ ഒരു പ്രത്യേക ടോപ്പിക്ക് ചർച്ച എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ആരെ കീഴിൽ? ഒരു മോഡറേറ്ററിൻ്റെ കീഴിൽ നിന്നിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പുതിയ ഉൽപ്പന്നം, ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യാണ് ഇറങ്ങണം, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം നേടാൻ വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യും, ഒരു ഫോക്കസ് ഗ്രൂപ്പിനെ ഉപയോഗിക്കും. കുറച്ച് ആളുകളൊക്കെ ഇരുത്തിയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റ് നല്ലതാണോ അല്ലയോ എന്നൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. എ ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ഇസ് എ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് വെർ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, യൂഷ്വലി 6 to 10, are brought together to discuss a specific topic under the guidance of a moderator. It is used to gather opinions and insights on products, services or ideas. ഇനി അടുത്തതാണ്, വാട്ട് ഈസ് എ കേസ് സ്റ്റഡി? അപ്പോൾ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട്, അങ്ങനെ ഒരൊറ്റ വിഷയത്തിനെ കുറിച്ചിട്ട് വളരെ ഡീപ്പായിട്ട്, വളരെ വിശദമായിട്ട് അന്വേഷണം നടത്തുന്ന ആ ഒരു രീതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗവേഷകൻ എന്താ ചെയ്യുക, ഒരു വിജയിച്ച ഒരു സ്റ്റാർട്ടപ്പ്, ഒരു ബിസിനസ് വിജയിച്ചതിനെ കുറിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, അവർ ഉപയോഗിച്ച വളർച്ചാ തന്ത്രങ്ങൾ, അവരെങ്ങനെയാണ് ബിസിനസ്സിൽ വിജയിച്ച്, അത്തരത്തിലുള്ള തന്ത്രങ്ങൾ, ട്രിക്സ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു കേസ് സ്റ്റഡി നടത്തും. സോ എ കേസ് സ്റ്റഡി ഈസ് an in-depth, detailed examination of a single subject, such as person, group or organization. It is used to explore a real-life situation and provide a deeper understanding of a particular phenomenon. റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള ആ മൊത്തത്തിലുള്ള പദ്ധതി അല്ലെങ്കിൽ ആ ഒരു രൂപരേഖയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് വിവരങ്ങൾ എങ്ങനെ ശേഖരിക്കണം, അതെങ്ങനെ മെഷർ ചെയ്യണം, അളക്കണം, അതെങ്ങനെ അനലൈസ് ചെയ്യണം, വിശകലനം ചെയ്യണം എന്നൊക്കെ ഇത് വിശദീകരിക്കുന്നു. റിസർച്ച് ഡിസൈൻ ഇസ് ദ ഓവറോൾ പ്ലാൻ ഓർ സ്ട്രാറ്റജി ഫോർ കണ്ടക്ടിങ് എ റിസർച്ച് സ്റ്റഡി. ഇറ്റ് ഔട്ട്ലൈൻസ് ദി മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് for collecting, measuring and analyzing data. It's a blueprint for the research.
ഇനി അടുത്തതാണ് വാട്ട് ഈസ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവേഷകൻ തൻ്റെ പഠനത്തിനായിട്ട് ആദ്യമായിട്ട് നേരിട്ട് ശേഖരിക്കുന്ന വിവരങ്ങളാണ്, കളക്ട് ചെയ്യുന്ന അത്തരം വിവരങ്ങളെയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ സർവേ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ, എക്സ്പെരിമെൻറ്റുകൾ, ഇതിൽ കൂടെ ലഭിക്കുന്ന വിവരങ്ങളെയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. സോ എ പ്രൈമറി ഡാറ്റ ഈസ് എ ഒറിജിനൽ ഡാറ്റ കളക്റ്റഡ് ബൈ എ റിസർച്ചർ സ്പെസിഫിക്കലി ഫോർ ദി പർപ്പസ് ഓഫ് ദെയർ സ്റ്റഡി. ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. ഫോർ എക്സാമ്പിൾ ഡാറ്റ കളക്റ്റഡ് ത്രൂ സർവേസ്, ഇൻ്റർവ്യൂസ് ഓർ എക്സ്പെരിമെൻറ്റ്സ്. ഇനി അടുത്തതാണ് വാട്ട് ഈസ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞൊരു സാമ്പിളിംഗ് മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ആദ്യം സാമ്പിളിംഗ് എന്താണെന്ന് എഴുതുക. അതിനുശേഷം ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനസംഖ്യയെ, അതായത് പോപ്പുലേഷൻ, ജനസംഖ്യയെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി മാറ്റും. എന്നിട്ട് അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏതാനും ഗ്രൂപ്പുകൾ തിരഞ്ഞെടുത്തിട്ട് അവയിലെ എല്ലാവരെ കുറിച്ച് പഠിക്കും. ഈ ഒരു രീതിയാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു നഗരത്തിലെ, അതായത് ഒരു സിറ്റിയിലത്തെ വിദ്യാർത്ഥികളെ പഠിക്കാൻ ചില സ്കൂളുകളെ തിരഞ്ഞെടുത്ത് അവിടുത്തെ എല്ലാ വിദ്യാർത്ഥികളിൽ നിന്നും എന്ത് ചെയ്യും, വിവരങ്ങൾ ശേഖരിക്കും. സോ ക്ലസ്റ്റർ സാമ്പിളിംഗ് ഇസ് എ സാമ്പിളിംഗ് മെത്തേഡ് where a population is divided into groups or clusters and a random sample of these clusters is selected. All individuals within the selected clusters are then studied. For example, to survey students in a city, a researcher could randomly select a few schools അഥവാ ക്ലസ്റ്റേഴ്സ് ആൻഡ് സർവേ ഓൾ സ്റ്റുഡൻസ് ഇൻ ദോസ് സ്കൂൾസ്. അടുത്തതാണ് വാട്ട് ഈസ് റിസർച്ച് പ്രോബ്ലം. ഡിഫൈൻ റിസർച്ച് പ്രോബ്ലം. റിസർച്ച് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവേഷകൻ അദ്ദേഹം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങളെയാണ് റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി അവരുടെ വിൽപ്പന, അതായത് സെയിൽസ് കുറയാനുള്ള കാരണം അറിയണം. അപ്പോൾ അവിടുത്തെ ഒരു റിസർച്ച് പ്രോബ്ലം അതാണ്, അതായത് സെയിൽസ് കുറയാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. അപ്പോൾ റിസർച്ച് പ്രോബ്ലം ഇസ് എ സ്പെസിഫിക് ഇഷ്യൂ, ഡിഫിക്കൽട്ടി ഓർ എ ഗ്യാപ്പ് ഇൻ എ നോളജ് ദാറ്റ് എ റിസർച്ചർ ഇൻറ്റൻസ് ടു ഇൻവെസ്റ്റിഗേറ്റ്. ഇറ്റ്സ് ദ സെൻട്രൽ ക്വസ്റ്റ്യൻ ദ റിസർച്ച് aims to answer. For example, a company wants to know why its sales are falling. The research problem is what factors are causing the decline in sales. ഈ ക്വസ്റ്റ്യന് 2024 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഗവേഷണത്തിൽ നാം മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇതൊരു കാരണമായിട്ട് പ്രവർത്തിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിൻ്റെ അളവ് പഠനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന പഠനത്തിൽ ഉറക്കത്തിൻ്റെ അളവാണ് ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് വരുന്നത്. അപ്പോൾ an independent variable is a variable that is changed or manipulated in a research study to see its effect on another variable. It is a cause. For example, in a study on how sleep affects the performance, the amount of sleep is the independent variable because it is manipulated by the researcher. ഇനി 6th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് എ നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് പറയുന്ന ഒരു പ്രസ്താവനയാണ് നൾ ഹൈപ്പോത്തസിസ്. ഇത് തെറ്റാണെന്ന് തെളിയിക്കാനാണ് ഈ റിസർച്ചേഴ്സ് ശ്രമിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പി കൂടി കുടിക്കുന്നതും പരീക്ഷയിൽ മാർക്ക് കിട്ടുന്നതും തമ്മിൽ യാതൊരുവിധ ബന്ധമില്ല. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ഓർ നോ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഗ്രൂപ്പ്സ്. ഇറ്റ്സ് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് എ റിസർച്ചർ ട്രൈസ് ടു ഡിസ്പ്രൂവ്. ഫോർ എക്സാമ്പിൾ, ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് കോഫി കൺസ്യൂംഡ് ആൻഡ് എക്സാം സ്കോഴ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ കോണ്ടിൻജൻസി ടേബിൾസ്. കണ്ടിൻജൻസി ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേബിളാണ് പട്ടിക ടേബിൾ ആണ് കണ്ടിൻജൻസി ടേബിൾ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവേ എടുത്തതിൻ്റെ റിസൾട്ട് ഉണ്ടാവില്ലേ, സർവേ, അതിൻ്റെ ഒരു സമ്മറി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ കണ്ടിൻജൻസി ടേബിൾ യൂസ് ചെയ്യും. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവേ നടത്താണ് ഒരു 200 ആളുകളുടെ ഇടയിൽ. അപ്പോൾ അവരെ ജെൻഡർ ആണും പെണ്ണും, പിന്നെ അതേപോലെ തന്നെ അവർക്ക് ഒരു പുതിയൊരു സോഫ്റ്റ് ഡ്രിങ്ക് വരികയാണ് സ്ട്രോബെറിയുടെ ഫ്ലേവർ ആയിട്ടുള്ളത്, അത് കുടിക്കാനുള്ള അവരൊരു ആഗ്രഹം. അപ്പോൾ ഇതൊരു സർവേ എടുത്തിട്ട് കണ്ടിൻജൻസി ടേബിളിൽ ഓർഗനൈസ് ചെയ്യും. മെയിൽ ഇത്ര, ഫീമെയിൽ ഇത്ര, ടോട്ടൽ ഇത്ര, ഓറഞ്ച് ഫ്ലേവറിനോട് എത്ര പേർക്കുണ്ട് ആഗ്രഹം, സ്ട്രോബെറിക്ക് എത്ര പേരുണ്ട് ആഗ്രഹം, അങ്ങനെ എന്ത് ചെയ്തു ഒരു ടേബിൾ മാതിരി ഇൻ്റർപ്രിറ്റ് ചെയ്യും, റോസും കോളംസും ഒക്കെ ആക്കിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടേബിൾ ടൈപ്പ് മെത്തേഡാണ് കണ്ടിൻജൻസി ടേബിൾസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് എ റിസർച്ച് ഗ്യാപ്പ്. റിസർച്ച് ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിഷയത്തിൽ മുമ്പ് നടന്ന റിസർച്ചുകൾ ഉണ്ടാവില്ലേ, ഗവേഷണം, അതിൽ നിന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നം, അതിനാണ് റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ അപ്പം എന്ത് വരുന്നു, പുതിയൊരു റിസർച്ച് നടത്തേണ്ട ഒരു ആവശ്യം വരികയാണ്. A research gap is a question or a problem that has not been answered by any of the previous studies or research in a particular field. It's the area where new research is needed. ഈ 9th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ഇൻ്റർവെനിങ് വേരിയബിൾസ്. ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ പോലെ പറയാം. അതായത് ഒരു കമ്പനിയിൽ 2 പേര് വർക്ക് ചെയ്യുന്നത്, അലക്സും ബെന്നും. അപ്പോൾ അലക്സ് വർക്ക് ചെയ്യുന്നത് ഒരു 60 മണിക്കൂർ വർക്ക് ചെയ്യേണ്ട ആഴ്ചയിൽ, ബെൻ ആണെങ്കിൽ ഒരു 40 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ മാസം അവസാനമായി നോക്കിയപ്പോൾ അലക്സിൻ്റെ പെർഫോമൻസ് വളരെ മോശം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്താ, അലക്സല്ലേ കൂടുതൽ വർക്ക് ചെയ്തത് 60 മണിക്കൂർ. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വർക്കിംഗ് അവേഴ്സ് വന്നപ്പോൾ പെർഫോമൻസ് മോശമായി.
എന്താ കാരണം? ഇവിടെയാണ് ഇൻ്റർവീനിങ് വേരിയബിൾ വരുന്നത്. ഇവിടുത്തെ ഇൻ്റർവീനിങ് വേരിയബിൾ എന്താ? സ്ട്രെസ്സാണ്. അലക്സ് കൂടുതൽ വർക്ക് ചെയ്തപ്പോൾ അയാൾക്ക് കൂടുതൽ സ്ട്രെസ് വന്നു, കൂടുതൽ എക്സോസ്റ്റഡ് ആയ അയാൾ. അപ്പോൾ കൂടുതൽ സ്ട്രെസ് വന്നപ്പോൾ എന്തായി? വർക്ക് പെർഫോമൻസ് കുറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ് ഈ കഥയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ളത് എന്താണ്? ലോങ് വർക്കിംഗ് അവേഴ്സ്. അതായിരുന്നു കാരണം. ഇൻ്റർവീനിങ് വേരിയബിൾ എന്താണെന്നുള്ളതാണ് വൈ. സ്ട്രെസ്സാണ് ഇവിടുത്തെ പ്രശ്നം. ഇനി ഡിപെൻഡൻറ്റ് വേരിയബിളോ ഇതിൻ്റെ റിസൾട്ടാണ്, അഥവാ എഫക്റ്റാണ്, പുവർ വർക്ക് പെർഫോമൻസ്. So intervening variables are hypothetical variables that explain the relationship between an independent variable and a dependent variable. They are not directly observable. For example, stress is an intervening variable that explains the relationship between long working hours and low productivity. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഡിഡക്ഷൻ തിയറി. ഡിഡക്ഷൻ തിയറി നമുക്കൊരു കഥ പോലെ നോക്കാം. എക്സാമ്പിളായിട്ട് നിങ്ങൾ ആലോചിക്കും, നിങ്ങളൊരു ഡിറ്റക്റ്റീവാണ്, നിങ്ങൾക്കൊരു കേസ് കിട്ടാണ്, കുറേ വീടുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കളവ് പോയിട്ടുണ്ട്. അവിടെ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഫ്രണ്ട് ഡോർ എന്തായിരുന്നു, തുറന്ന് കിടക്കായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ആരും ബലം പ്രയോഗിച്ചിട്ടുള്ളൊരു ഇതൊന്നും കാണുന്നില്ല. അതേപോലെ തന്നെ അവിടുന്ന് കളവ് പോയ സാധനങ്ങൾ ജ്വല്ലറിയും ഇലക്ട്രോണിക് ഐറ്റംസുമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ജനറൽ ആയിട്ടുള്ളൊരു തിയറി വെച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങും. എന്താണ് കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവിടുത്തെ ഈ ആളുകളെ അറിയണതും അവരെ സ്വഭാവങ്ങൾ അറിയണതും ഒക്കെ ആയിരിക്കാം എന്ന് നിങ്ങൾ ജനറൽ ആയിട്ടൊരു തിയറിയിലേക്ക് എത്തുകയാണ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ഹൈപ്പോത്തസിസിൽ എത്താണ്. എന്താണ് ഈ കള്ളൻ എന്ന് പറഞ്ഞത് ഒരു ക്ലോസ് ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പർ ആയിരിക്കാം എന്നൊക്കെ ഒരു ഹൈപ്പോത്തസിസിൽ നിങ്ങൾ എത്താണ്. പിന്നെ നിങ്ങൾ അവിടെ നിന്ന് വീണ്ടും എവിഡൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ കളവ് പോയ ആളുകളുടെ വീട്ടുകാരായിട്ട് ഇൻ്റർവ്യൂ നടത്തണം. അങ്ങനെ പ്രൊസീജിയർ നടന്നു പോവാണ്. ഇവിടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സ്പെസിഫിക് ഹൈപ്പോത്തസിസും ഒരു ജനറൽ തിയറിയിലും നിങ്ങൾ എത്തുകയാണ്. എന്നിട്ടാണ് അവിടെ ഡിഡക്ഷൻ തിയറി പ്രയോഗിക്കുന്നത്. So deduction theory is a top-down approach to research. It starts with a general theory or hypothesis and then tests it using specific observation. It moves from general to specific. ഇനി അടുത്തതാണ് വാട്ട് ഈസ് സോഷ്യൽ റിസർച്ച്. സാമൂഹികം, സോഷ്യൽ എന്ന് പറഞ്ഞാൽ സാമൂഹികം. ഈ സാമൂഹിക പ്രതിഭാസങ്ങളും മനുഷ്യൻ്റെ സ്വഭാവങ്ങളെയും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന ഒരു രീതിയാണ് സോഷ്യൽ റിസർച്ച്. സോഷ്യൽ റിസർച്ച് ഇസ് എ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് സോഷ്യൽ ഫിനോമിന ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. ഇറ്റ് എയിംസ് ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ റിലേഷൻഷിപ്സ്, ഗ്രൂപ്പ്സ് ആൻഡ് സൊസൈറ്റീസ് ബൈ സിസ്റ്റമാറ്റിക്കലി കളക്ടിങ് ആൻഡ് അനലൈസിങ് ഡാറ്റ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡു യു മീൻ ബൈ റിസർച്ച് പ്രോസസ്സ്. റിസർച്ച് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർച്ചർ അദ്ദേഹം റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന ചില എന്താ പറയുക ഘട്ടങ്ങളെയാണ്, അതിൻ്റെ ഒരു സീരീസിനെയാണ് റിസർച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു പ്രശ്നം തിരിച്ചറിയുന്നത് മുതൽ തുടങ്ങിയിട്ട് അതിൻ്റെ അവസാനം ഒരു റിപ്പോർട്ട് എഴുതുന്നത് വരെ അതിലാണത് അവസാനിക്കുന്നത്. അപ്പോൾ റിസർച്ച് പ്രോസസ് ഈസ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ് റിസർച്ചേഴ്സ് ഫോളോ ടു കണ്ടക്ട് എ സ്റ്റഡി. ഇറ്റ് ബിഗിൻസ് വിത്ത് ഐഡൻറ്റിഫൈയിങ് എ റിസർച്ച് പ്രോബ്ലം ആൻഡ് എൻഡ്സ് വിത്ത് റൈറ്റിംഗ് എ റിസർച്ച് റിപ്പോർട്ട്, ഓൾ ഇൻ എ സ്ട്രക്ചർഡ് ആൻഡ് സിസ്റ്റമാറ്റിക് മാനർ. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, തീർന്നിട്ടില്ല. അപ്പോൾ മാക്സിമം പഠിച്ചു പോവുക. BRM നല്ല കുറച്ച് അത്യാവശ്യം ടഫുള്ള സബ്ജക്റ്റാണ്. പിന്നെ ഇത് 5th സെമസ്റ്ററാണ്. ഇതിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇയർ പോകും. അപ്പോൾ മാക്സിമം നന്നായി പഠിക്കുക. ഇപ്പം ഇനി കുറച്ച് മണിക്കൂറേ ബാക്കിയുള്ളൂ. മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഈ ഒരു മണിക്കൂറുകൾ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് കഴിഞ്ഞ്. അപ്പോൾ മാക്സിമം കവർ ചെയ്ത് പഠിച്ച് നല്ലോണം എക്സാം എഴുതുക. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുള്ളായോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്നാലേ അറിയുള്ളൂ ഇത് ക്യാച്ച് ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നന്നായി പഠിച്ചു പോവുക. മാക്സിമം പ്രീവിയസ് ഇയേഴ്സ് തന്നെയാണ് റിപ്പീറ്റഡ്ലി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുറേ എല്ലാം വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ജയിച്ച് പോയാൽ മതി എന്ന് വിചാരിക്കുന്നവർക്ക് എന്ത് ചെയ്താൽ മതി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായി പഠിച്ചു പോയാൽ മതി. അപ്പോൾ നിങ്ങൾ എന്തായാലും ജയിക്കും. അതേപോലെ തന്നെ ഡിസ്റ്റൻസുകാർ എന്ത് ചെയ്യുക, MCQയും നന്നായി ഒന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് 20 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലോണം പഠിക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഹെൽപ്ഫുള്ളായോ ഇല്ലയോ എന്നുള്ളത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലുമൊക്കെ പഠിച്ച് ജയിച്ചോട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.